എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിനായി ലോകം മുഴുവനും വലിയൊരു ചലനത്തിനായി എല്ലാ സഭകളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ റോമാലേഖനം നമുക്കൊരു ഉണർവായി മാറട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സുവിശേഷം ശക്തിയേറിയ നവീകരണങ്ങൾ കൊണ്ടുവരും, ഉണർവ് കൊണ്ടുവരും. റോമാലേഖനത്തിൽ 14-15 വാക്യങ്ങൾ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മോട് പറയുകയാണ്. ഒന്ന്, ഞാൻ കടക്കാരൻ ആകുന്നു. യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക്, എല്ലാ നിലവാരത്തിലുള്ളവർക്ക് ഞാൻ കടക്കാരനാണ്. ജ്ഞാനികളോട് മാത്രമല്ല, സാധാരണക്കാരോട് മാത്രമല്ല, ഇനി പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരു കൂട്ടരുണ്ട്, ബുദ്ധിഹീനർ. അവർക്ക് ഞാൻ കടക്കാരനാകും. ഞാൻ കടക്കാരൻ. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്ന അതാണ്. എല്ലാവർക്കും കടക്കാരൻ. ഇത് പണത്തെക്കുറിച്ചുള്ള കടമല്ല, ദൈവം നമുക്ക് നൽകിയ ദൈവകൃപ നാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം. ദൈവം ഒരു കാര്യം നമ്മളുടെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കാനുള്ളതാണ്. സുവിശേഷം എന്ന് പറയുന്ന ഒരു കൃപാവരമാണ്. രക്ഷ അത് കൃപാവരമാണ്. അർഹതയില്ലാത്ത നമുക്ക് ഇത് ദൈവം തന്നു. ദൈവം ഒരാൾക്ക് സുവിശേഷം തന്നിട്ടുണ്ടെങ്കിൽ ആ സുവിശേഷം എത്ര ആയിരങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കാം, എത്ര ലക്ഷങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കാം, വേണമെങ്കിൽ. അല്ലെങ്കിൽ നാം സ്വാർത്ഥരായിട്ട് ഈ രക്ഷ നമ്മുടേതാക്കി മാത്രം വയ്ക്കാം. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാൻ കടക്കാരനാണ്. അതിൻ്റെ അർത്ഥം പൗലോസ് വലിയ കടക്കാരനെന്നല്ല. സുവിശേഷം ലഭിച്ച എല്ലാവരും എല്ലാ നിലവാരത്തിലുള്ളവർക്കും കടക്കാരാണ്. ചിലരോട് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, അവരൊക്കെ വലിയ പൈസക്കാരാ, നമ്മളെ ഒന്ന് മൈൻഡിൽ എന്ന് പറഞ്ഞ് ഒഴിവാകാൻ കഴിയാത്ത ഒരു കാര്യമാണ് സുവിശേഷം. എല്ലാ മേഖലകളിലുമുള്ളവരെ 1 കൊരിന്ത്യർ 9:16 പറയുന്നത് പോലെ നമുക്ക് ലഭിച്ച രക്ഷ നാം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. എല്ലാ മേഖലകളിലുള്ളവർക്കും നമ്മളത് കൊടുക്കണം. അടുത്തത്, എല്ലാവർക്കും സുവിശേഷം ലഭിക്കണം. യവനന്മാർക്ക്, ബർബരന്മാർക്ക്, ജ്ഞാനികൾക്ക്, ബുദ്ധിഹീനർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക്, വിദ്യാഭ്യാസമില്ലാത്തവർക്ക്, ധനികർക്ക്, ദരിദ്രർക്ക്, എല്ലാ ജാതികൾക്കും. ഇത് സകല സൃഷ്ടിയോടും പറയേണ്ട ഒന്നാണ്. ഇത് അടക്കി വെക്കാൻ പാടില്ല. അതാണ് മർക്കോസ് 16:15 പറയുന്നത്. എല്ലാവർക്കും ഇത് നാം കൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ചിലർക്കല്ല, എല്ലാവർക്കും നാം കൊടുക്കേണ്ട ഒന്നാണ്. മൂന്നാമത്തെ കാര്യം പൗലോസ് പറയുകയാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഭയങ്കരമായ ഒരു ഒരുക്കം. സുവിശേഷം അറിയിക്കുവാൻ ഒരുങ്ങുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അതിനുവേണ്ടി എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി വിരുന്ന് കഴിക്കുവാൻ, വിരുന്നെല്ലാം ഒരുങ്ങിയ ശേഷം എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞതുപോലെ ഒരുങ്ങിയിരിക്കുന്നു, തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം
അതിനു വേണ്ട ചെലവെല്ലാം ചെയ്തു കഴിഞ്ഞു. അതിനു വേണ്ടിയുള്ള വില മുടക്കി കഴിഞ്ഞു. ഒരുങ്ങി ഇരിക്കുന്നു. ഐ ആം റെഡി. എല്ലാ നിലയിലും ഞാൻ തയ്യാറായി. സുവിശേഷം നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതി നമുക്ക് പറയാൻ കഴിയണമെന്നില്ല. നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് കരുതി നമുക്ക് സുവിശേഷം അറിയിക്കാൻ കഴിയണമെന്നില്ല. ഇത് നാം അതിനു വേണ്ടി എഫർട്ട് എടുത്ത് വില മുടക്കി നാം ഒരുങ്ങണം. നമ്മുടെ കയ്യിൽ സാമ്പാറിൻ്റെ കഷണങ്ങളുണ്ടെന്ന് കരുതി സാമ്പാറാകില്ല. നാം തയ്യാറാക്കണം. അവിയലിൻ്റെ എല്ലാ കൂട്ടുകളും പച്ചക്കറിയും കയ്യിലുണ്ടെന്ന് കരുതി അവിയലാകത്തില്ല. നാം അവിയൽ തയ്യാറാക്കണം. അതിന് ഇത്തിരി അധ്വാനമുണ്ട്, സമയം മുടക്കുണ്ട്, ജ്ഞാനമുണ്ട്. പൗലോസ് പറയാണ്, ഞാൻ ഒരുങ്ങിയിരിക്കും. ഒരു വലിയ ഒരുക്കം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കി എന്ന് എഫേസ്യർ 6 പറയുന്ന പോലെ ഒരു വലിയ തയ്യാറെടുപ്പ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് സമയത്തിലും അസമയത്തിലും. 2 തിമോത്തിയോസ് 4:2 പറയുന്നു, സമയത്തിലും അസമയത്തിലും. പൗലോസൊക്കെ അർദ്ധരാത്രിയിൽ ഒരുങ്ങി. അതുകൊണ്ട് ജയിലധികാരി രക്ഷിക്കപ്പെട്ടു, തടവ് പുള്ളികൾ രക്ഷിക്കപ്പെട്ടു. അതാണ് മക്കദോനിയ യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തി 16 സംഭവിച്ചത്. രാത്രി ഒരുക്കമാണ്, പകലൊരുക്കമാണ്. ഏത് നേരത്തും, സമയത്തിലും അസമയത്തിലും. ഓഫീസ് ടൈമുണ്ട്, ഒരു സമയമുണ്ട്. ഉറക്കത്തിൻ്റെ ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയം നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നാൽ സുവിശേഷത്തിന് സമയമില്ല. ചിലപ്പോൾ രാത്രി, ചിലപ്പോൾ പകല്. എനിക്കറിയാവുന്ന പലരും ഒരിക്കൽ ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മരിക്കും, ഞാൻ മരിക്കും, ഇന്ന് രാത്രി ഞാൻ മരിച്ചിരിക്കും. ഇതറിഞ്ഞ് എനിക്കറിയാവുന്ന ഒരു ബ്രദർ ആ വീട്ടിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട്, അന്ന് ഇന്നത്തെ പോലെ മൊബൈലില്ല, അവരുടെ റിസീവറിൽ, അവരുടെ ടെലിഫോൺ അതിനകത്ത് നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഉടനെ വരണം. രാത്രി 1 മണി കഴിഞ്ഞ സമയം. ഞാൻ ഉറക്കത്തിലാണ്. അവിടെ നിന്ന് എന്നെ വിളിച്ചു. ഓടിച്ചെന്നു. ഒരു 2:30 വരെ സുവിശേഷം പറഞ്ഞു. 2:30 അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം സ്നാനപ്പെട്ടു. ആ കുടുംബം ദൈവത്തിലേക്ക് തിരിഞ്ഞു. ആത്മഹത്യയിൽ നിന്ന് പുറത്തു വന്നു. ആ കുടുംബം സകല നിലയിലും കാലങ്ങൾക്ക് ശേഷം വളരെ അഭിവൃദ്ധിയുള്ളവരായി മാറി. ഏത് സമയത്താണ് സുവിശേഷം അറിയിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം, പൊതുവായിട്ട് അറിയിക്കണം. അല്ലാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയവർ, ജീവിത നൈരാശ്യമുള്ളവർ, ചില വാർത്തകൾ കേട്ടാൽ നെഞ്ച് പൊട്ടിപ്പോകും, അറ്റാക്ക് വരുമെന്നുള്ള നിലയിൽ ഉള്ള ആൾക്കാർ, ഏത് നിലയിലുള്ളവരോടും നാം അറിയിക്കേണ്ട സുവിശേഷത്തിൻ്റെ പ്രത്യേകത, രോഗികളോട് പറയുന്നത് കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഹൃദയം തകർന്നവരോട് പറയുന്നത് നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു, നീ ഒറ്റയ്ക്കല്ല, കർത്താവ് ഞങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായി തകർന്നവരോട് പറയുന്നത് വർദ്ധിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സുവിശേഷം ഓരോ മനുഷ്യൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ച് നാം പറയുന്ന നിലവാരത്തിന് മാറ്റമുണ്ടാകും. അതുകൊണ്ട് സുവിശേഷം അറിയിച്ചേ മതിയാവും. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം. നാം അവർക്ക് കടപ്പെട്ടവരാണ്, അവരെ രക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. ആശുപത്രി കിടക്കുന്നവർക്കെല്ലാം നാം കടക്കാരാണ്. വഴിയെ പോകുന്നവർക്കെല്ലാം നാം കടക്കാരാണ്. ഉയർന്നവർക്കും ചെറിയവർക്കും എല്ലാം നാം കടക്കാരാണ്. ഈ കടം അവർ വന്ന് നമ്മളോട് ചോദിക്കുമോ? ഇല്ല. എന്നാൽ അവർ ചോദിക്കുന്ന ഒരു സമയമുണ്ട്.
അവര് നരകത്തിയിൽ വീഴുമ്പോൾ, നാം സ്വർഗത്തിൽ നടക്കുമ്പോൾ, അബ്രഹാമിൻ്റെ മടിയിൽ ആ ലാസർ ഇരുന്നത് പോലെ, ധനവാൻ നരകത്തിയിൽ കിടന്ന് കണ്ടതുപോലെയുള്ളൊരു സംഭവം ഇനിയും ആവർത്തിക്കപ്പെട്ടാൽ, അങ്ങനെയുള്ള ഒരു നരകത്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ പരിചയക്കാർ നമ്മോട്, എന്നാലും നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ, നീ ഒന്ന് ആത്മാർത്ഥമായി പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വരത്തില്ലായിരുന്നല്ലോ എന്ന ഒരവസ്ഥ ഉണ്ടായാൽ അന്ന് നമ്മൾ ഒത്തിരി വൈകിപ്പോയി. എന്നാൽ ഇത് നല്ല സമയമാണ്. ഈ സമയത്ത് നമ്മൾ അവരോട് സുവിശേഷം അറിയിപ്പാൻ നമ്മൾ ഒരുക്കപ്പെട്ടവരാണെങ്കിൽ എത്രയോ പേരെ സ്വർഗത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. ഒരു വലിയ ദൈവപ്രവർത്തിക്കായി സമർപ്പിക്കും. മനസ്സ് തകർന്നവരെ, കടക്കണിയിലായവരെ, മാറാവ്യാധികളുള്ളവരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തിയാൽ ഇവർ രക്ഷിക്കപ്പെടട്ടെ. കർത്താവിലേക്ക് അവർ വരട്ടെ. ദൈവാനുഗ്രഹം അവർ കാണട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ടവരെ മൂടണമേ. അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം രാവിലെ 8 മണിക്ക് ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട്, കുട്ടികളുടെ പരീക്ഷകൾ നടക്കുന്ന സമയമാണല്ലോ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സഭായോഗങ്ങൾക്ക് കൊണ്ടുവരണം. പരീക്ഷയാണ് എന്ന് കരുതി ആ സമയം കൂടി പഠിപ്പിക്കാൻ നോക്കരുത്. അവരുടെ മേൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകാൻ അവരെ കൂട്ടായ്മയിൽ കൊണ്ടുവരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ജീസവരുടെ തിങ്കളാഴ്ച മുതൽ കാണാം. ഗോഡ് ബ്ലെസ് യു.
ഹാ